ഉത്രാട നക്ഷത്രക്കാർ പൊതുവേ നല്ല സ്ലോ ആണ്. പക്ഷേ ഒരു സംഭവത്തിൽ നിങ്ങൾ വിൻ ചെയ്താൽ എന്തായാലും അതൊരു പെർമനൻറ്റ് വിന്നർ തന്നെയാണ്. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഫെയിം എന്തായാലും ഉണ്ടാവില്ല. ലാസ്റ്റ് ഇൻ നെയിമാണ് ഇഷ്ടം. അതായത് മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം. ലീഡർഷിപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ ഷോ ഓഫ് എന്തായാലും നിങ്ങൾക്കില്ല. വിശ്വാസം കിട്ടിയാൽ നിങ്ങൾ എന്തായാലും വിട്ടു പോകില്ല, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. മോറൽ കോമ്പസ് നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ലോങ് ടേം വിഷനും നന്നായിട്ടുണ്ടാവും. സൈലൻ്റായിട്ട് നല്ല കോൺഫിഡൻസും കിട്ടും. മിക്ക ഉത്രാട നക്ഷത്രക്കാരും 35 വയസ്സിന് ശേഷം സാധാരണ ലൈഫ് സെറ്റിലാവാറുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ഓവർലോഡ് ആയിട്ടുണ്ടാവും. എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു പ്രഷർ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ആ പ്രഷർ ചെയ്തിട്ടും വർക്ക് ചെയ്തിട്ടും അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് വിഷമായി തോന്നിയിട്ടുണ്ടാവും. അതോറിറ്റി ഏറ്റെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതായത് എന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നുള്ള സിറ്റുവേഷൻ. റിലേഷൻഷിപ്പിൽ നോക്കാൻ ഇമോഷൻസ് കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഞാനെല്ലാം സഹിക്കുന്നു എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടാവും. പാർട്ട്ണർ നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡായി കാണുന്ന പോലെ തോന്നില്ല. അതായത് അവർ നിങ്ങളെ യൂസ് ചെയ്യണ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സേവിങ് മെൻറ്റാലിറ്റി എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ചിലവാക്കിയതിന് ഒരു ഗിൽറ്റി ഫീൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഫാമിലി റെസ്പോൺസിബിലിറ്റികൾ കാരണം പേഴ്സണൽ പ്ലാൻസ് എല്ലാം ഡിലേ ആയിട്ടുണ്ടാവും. പക്ഷേ ഫെബ്രുവരിയിൽ അങ്ങനെയല്ല. റെക്കഗ്നിഷൻ സ്ലോലി വരും. പക്ഷേ ഇതൊക്കെ ഫെബ്രുവരി അവസാനം ആവാനേ സാധ്യതയുള്ളൂ. സീനിയറിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. ഗവൺമെൻറ്, മാനേജ്മെൻറ്റ്, ലോങ് ടേം പ്രോജക്റ്റ് എല്ലാം നല്ല രീതിയിൽ ഫേവറബിളാണ്. നിങ്ങൾക്ക് എന്തായാലും ക്ഷമയും വേണം, കൺസിസ്റ്റൻസിയും വേണം. എന്നാൽ മാത്രമേ റിവാർഡ് ഉണ്ടാവുള്ളൂ. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിളായിട്ടൊരു ഇൻകം വരും. പെട്ടെന്നൊരു നഷ്ടം എന്തായാലും നിങ്ങൾക്ക് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ലാൻഡ്, ഗോൾഡ്, ഫിക്സഡ് അസറ്റ് അങ്ങനെയുള്ള വാങ്ങലൊക്കെ എന്തായാലും നല്ല പോസിബിളാണ്. ഷോർട്ട് ടേം സ്പെക്കുലേഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ മെച്യൂരിറ്റി എന്തായാലും നല്ല രീതിയിൽ വളരും. പാർട്ട്ണർ എല്ലാം റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും റെസ്പെക്റ്റ് ചെയ്യും. കൂടുതലും കല്യാണത്തെ പറ്റി സംസാരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓൾഡ് റിലേഷൻഷിപ്പ് എന്തായാലും ഒന്ന് ഹീൽ ചെയ്യാനും സാധ്യതയുണ്ട്. ബാക്ക് പെയിന്, അതുപോലെ മുട്ട് വേദന, ബോൺ റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ ഉറങ്ങണം. ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഒരു 8 മണിക്കൂറോ അതിൽ കൂടുതലോ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഓവർ തിങ്കിങ് കുറയ്ക്കുക. അതുപോലെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും വർക്ക് കിട്ടിയാൽ എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുക്കരുത്. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ചോദിക്കാൻ എന്തായാലും പഠിക്കുക. അതിൽ ഒന്നും വിചാരിക്കരുത്. ആരുടെ അടുത്തും അപ്രീസിയേഷൻ എക്സ്പെക്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി എന്തായാലും വരും. സൺഡേ റുട്ടീൻസ്, അതായത് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒഴിവിൽ തന്നെ ഇരിക്കുക, മിണ്ടാണ്ടിരിക്കുക. അത് പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ എണീച്ച് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ്. ഉത്രാട നക്ഷത്രം വൈകിയാലും സ്ഥിരമായ വിജയം എന്തായാലും ഉണ്ടാവും.